ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. സീനിയർ അഭിഭാഷക 3 വർഷമായിട്ട് ഈ സീനിയർ അഭിഭാഷകൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. ആ കുട്ടി അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ് 3 വർഷത്തോളം ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജൂനിയർ അഭിഭാഷക വിവാഹം കഴിക്കുകയും തുടർന്ന് പ്രഗ്നൻ്റ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ലീവിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയർ എത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും 6 മാസം കഴിഞ്ഞ് അവർ സ്വന്തം ഓഫീസ് പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വേറൊരു ആൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഈഗോസ് ഉണ്ടാവും, മനുഷ്യ സഹജമാണ്. ഈ ഒരു ഈഗോ ക്ലാഷ് വളരെ മൂർധന്യത്തിലെത്തി എന്ന് സീനിയർ അഭിഭാഷകൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് താങ്കൾ, അതായത് ഈ അടികൊണ്ട ജൂനിയർ പെൺകുട്ടി ഇനി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു. പക്ഷേ രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്താപം തോന്നിയിട്ട്, കാരണം 3 വർഷത്തോളം ഒരു ഓഫീസിലിരിക്കുന്ന കുട്ടിയാണല്ലോ, അത് പറഞ്ഞ് തെറ്റായി പോയി തിരിച്ച് വരണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടി തിരിച്ചു വന്നത് സീനിയർ അഭിഭാഷകനോട് 2 വർത്തമാനം പറയണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. എന്തിനാണ് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന്, ഇയാളുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം, എന്താണ് പ്രശ്നമെന്ന് എനിക്ക് എന്നെ കേൾക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിലോട്ട് കടന്നു ചെല്ലുകയും, പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കണ്ട എന്ന് കരുതി അയാൾ ഇറങ്ങിപ്പോകാനും നോക്കിയപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക തടഞ്ഞു നിർത്തി, ഇല്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകാൻ നേരത്ത്, ഞാൻ മുഴുവനും പറയുന്നത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് എന്നെ എടാ പോടാ എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഒരു വലിയൊരു ചീത്ത വിളിച്ചു. ഈ ചീത്തവിളി അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലും മറ്റ് ജൂനിയേഴ്സിൻ്റെ മുമ്പിലും വെച്ച് വിളിച്ചപ്പോൾ അയാൾക്ക് ടെമ്പർ തെറ്റി ഒരടി കൊടുത്തു. ഈ ജൂനിയർ പെൺകുട്ടി വെറുതെ നിന്നില്ല, അവരും തിരിച്ച് ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പവർ ഗ്ലാസ് ആണ്, അതായത് കണ്ണാടി ഊരിക്കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. ഈ കണ്ണിലിരുന്ന കണ്ണാടി തെറിച്ച് പോവുകയും തെറിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോവുകയും ഇയാൾക്ക് കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥയെത്തുകയും, പക്ഷേ ഇപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും കണ്ണ് കണ്ടുകൂടാതിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ടും ഇദ്ദേഹം ഉപയോഗിച്ച ഫോഴ്സ് കൂടിപ്പോയി. അങ്ങനെയാണ് ആ മുഖത്ത് ആ പാട് വന്നത്. അദ്ദേഹം ചെയ്തത് 100% 150% തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു. അതിൽപ്പെട്ട സീനിയർ അഭിഭാഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിലും, കാരണം അത്രത്തോളം ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ജൂനിയേഴ്സിനോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറുകയോ ഇത്തരത്തിലുള്ളൊരു മർദ്ദന മുറകളൊന്നും ആരോടും കാണിക്കുകയോ ചെയ്യരുത്. കാരണം ഇവരൊക്കെ നാളെ പഠിച്ച് നമ്മളെക്കാളും വലിയ വക്കീലന്മാരാകും, ചിലപ്പോൾ ജഡ്ജിമാരാകും, മജിസ്ട്രേറ്റുമാരാകും. ഇവരൊക്കെ ഏത് നിലയിലെത്തും നമുക്ക് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഏത് നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടെ കീഴെ ജോലി ചെയ്യുന്ന വ്യക്തികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം. അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവോക്കേഷൻ ഉണ്ടായാൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ബാർ കൗൺസിലോ ബാർ അസോസിയേഷനിലൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ എന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് എന്ന് നമുക്ക് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെളിവാണ്. നാളെ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രതികരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സത്യം അറിഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ അറിഞ്ഞതെല്ലാം ശരിയാണ്, തെറ്റുമാണ്. നമസ്കാരം. തിരുവനന്തപുരം ബാറിലെ അഡ്വക്കേറ്റ് ബെയ്ലി ദാസ് തൻ്റെ ജൂനിയറായ ഷാമിലിയെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന പാടുമായിട്ടാണ് അവർ പുറത്തിറങ്ങിയത്. അത് ലോകം മുഴുവൻ കണ്ടു. എല്ലാവരും അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിച്ചു. ഇങ്ങനെയൊക്കെ ക്രൂരമായി മർദ്ദിക്കാമോ? അവരുടെ മുഖത്തുള്ള പാടുകൾ അത്രയും ഭീകരമായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, ഇനി ഈ പറയുന്ന ബെയ്ലി ദാസിനെ പുറത്തിറക്കില്ല, അദ്ദേഹത്തെ ഇനി അഡ്വക്കേറ്റായി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. എല്ലാവരും കേട്ടത് ഗവൺമെൻറ് കേട്ടു. ഗവൺമെൻറ് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി. നിയമമന്ത്രിയും അദ്ദേഹം അവരെ പോയി കണ്ടു. അങ്ങനെ എല്ലാവരുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നത്? ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിനോട് അനുബന്ധിച്ച് അറിയുന്ന ആളുകൾ തന്നെ പറയണം. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് ക്രൈം പുറത്തുവിട്ടിട്ടുള്ളത്, തുടക്കത്തിൽ തന്നെ പുറത്തുവിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും വലിയൊരു സംഭവമാണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത്. ഈ മർദ്ദിച്ചതിന് കാരണം എന്താണ്? അഡ്വക്കേറ്റ് ദീപക് ടിങ്കിൾ സനൽ എന്ന് പറയുന്ന ഈ പറയുന്ന മർദ്ദിച്ച അഭിഭാഷകൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള അഭിഭാഷകനാണ് ദീപക് ടിങ്കിൾ സനൽ. അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ കാര്യത്തെപ്പറ്റി പറയുകയാണ്. കാരണം നടന്നത് സത്യത്തിൽ എന്താണ് നടന്നത് നമ്മൾ വാദി പ്രതിയാകുന്ന ഒരു കാര്യമായി തീരും. പക്ഷേ മർദ്ദനം തന്നെയാണ്, അതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കേൾക്കാം. ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. സീനിയർ അഭിഭാഷക 3 വർഷമായിട്ട് ഈ സീനിയർ അഭിഭാഷകൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. ആ കുട്ടി അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ് 3 വർഷത്തോളം ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജൂനിയർ അഭിഭാഷക വിവാഹം കഴിക്കുകയും തുടർന്ന് പ്രഗ്നൻ്റ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ലീവിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയർ എത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും 6 മാസം കഴിഞ്ഞ് അവർ സ്വന്തം ഓഫീസ് പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വേറൊരു ആൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഈഗോസ് ഉണ്ടാവും, മനുഷ്യ സഹജമാണ്. ഈ ഒരു ഈഗോ ക്ലാഷ് വളരെ മൂർധന്യത്തിലെത്തി എന്ന് സീനിയർ അഭിഭാഷകൻ മനസ്സിലാക്കുകയും
അതുകൊണ്ട് താങ്കൾ അതായത് ഈ അടികൊണ്ട ജൂനിയർ പെൺകുട്ടി ഇനി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു. പക്ഷേ രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്താപം തോന്നിയിട്ട്, കാരണം 3 വർഷത്തോളം ഒരു ഓഫീസിലിരിക്കുന്ന കുട്ടിയാണല്ലോ, അത് പറഞ്ഞു തെറ്റായി പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടി തിരിച്ചു വന്നത് സീനിയർ അഭിഭാഷകനോട് 2 വർത്തമാനം പറയണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. എന്തിനാണ് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന്, ഇയാളുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം, എന്താണ് പ്രശ്നമെന്ന് എനിക്ക് എന്നെ കേൾക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിലോട്ട് കടന്നു ചെല്ലുകയും, പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കണ്ട എന്ന് കരുതി അയാൾ ഇറങ്ങിപ്പോകാനും നോക്കിയപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക തടഞ്ഞു നിർത്തി, ഇല്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകാൻ നേരത്ത്, ഞാൻ മുഴുവനും പറയുന്നത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനാണ് എന്നെ എടാ പോടാ എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഒരു വലിയൊരു ചീത്ത വിളിച്ചു. ഈ ചീത്തവിളി അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലും മറ്റ് ജൂനിയേഴ്സിൻ്റെ മുമ്പിലും വെച്ച് വിളിച്ചപ്പോൾ അയാൾക്ക് ടെമ്പർ തെറ്റി ഒരടി കൊടുത്തു. ഈ ജൂനിയർ പെൺകുട്ടി വെറുതെ നിന്നില്ല, അവരും തിരിച്ച് ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പവർ ഗ്ലാസ് ആണ്, അതായത് കണ്ണാടി ഊരിക്കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. ഈ കണ്ണിലിരുന്ന കണ്ണാടി തെറിച്ച് പോവുകയും തെറിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോവുകയും ഇയാൾക്ക് കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥയെത്തുകയും, പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും കണ്ണ് കണ്ടുകൂടാതിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ടും ഇദ്ദേഹം ഉപയോഗിച്ച ഫോഴ്സ് കൂടിപ്പോയി. അങ്ങനെയാണ് ആ മുഖത്ത് ആ പാട് വന്നത്. അദ്ദേഹം ചെയ്തത് 100% അല്ല 150% തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു. അതിൽപ്പെട്ട സീനിയർ അഭിഭാഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിലും, കാരണം അത്രത്തോളം ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ജൂനിയേഴ്സിനോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറുകയോ ഇത്തരത്തിലുള്ള ഒരു മർദ്ദന മുറകളൊന്നും ആരോടും കാണിക്കുകയോ ചെയ്യരുത്. കാരണം ഇവരൊക്കെ നാളെ പഠിച്ച് നമ്മളെക്കാളും വലിയ വക്കീലന്മാരാകും, ചിലപ്പോൾ ജഡ്ജിമാരാകും, മജിസ്ട്രേറ്റുമാരാകും. ഇവരൊക്കെ ഏത് നിലയിലെത്തും നമുക്ക് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഏത് നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടെ കീഴെ ജോലി ചെയ്യുന്ന വ്യക്തികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം. അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവോക്കേഷൻ ഉണ്ടായാൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ബാർ കൗൺസിലോ ബാർ അസോസിയേഷനിലൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ എന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് എന്ന് നമുക്ക് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെളിവാണ്. നാളെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രതികരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സത്യം അറിഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ അറിഞ്ഞതെല്ലാം ശരിയാണ്, തെറ്റുമാണ്. കേട്ടല്ലോ. അതായത് ഇന്നലെ അറസ്റ്റ് ചെയ്ത അഡ്വക്കേറ്റ് ബെയ്ലി ദാസിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അറസ്റ്റ് നടന്നത്. അറസ്റ്റ് നടന്ന ശേഷം അദ്ദേഹം ഇന്ന് ജാമ്യം കോടതിയിൽ കൺസേൺ കോടതിയിൽ നിന്ന് നേരിട്ട് ജാമ്യത്തിന് കൊടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇന്ന് ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ റെഡിയായിട്ട് നിരവധി അഭിഭാഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം തെറ്റുകാരനല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വസ്തുത, കോടതിയിലെ വാദങ്ങൾക്ക് ശേഷം നമുക്ക് കോടതിയിൽ എന്താണ് നടക്കുന്നത് എന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വെളിപ്പെടുത്താം. നന്ദി, നമസ്കാരം.